പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുമ്പോൾ ആഫ്രിക്ക വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാനൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പൊളിറ്റിക്കലി ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്നത് വളരെ കുറവാണ്. അവിടെ എന്നാലും കൈക്കൂലിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനല്ല. ഇവിടെ കൈക്കൂലി ഉണ്ടെന്നുണ്ടെങ്കിലും കൈക്കൂലിയും കാര്യങ്ങളും അത് എല്ലായിടത്തും ഉള്ളതാണ്. ഇവിടെ ഉള്ള സക്സസ് റേറ്റ്, ഒരു ബിസിനസ് സക്സസ്ഫുള്ളാക്കി റൺ ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കി കൊണ്ടുപോകാനായിട്ട് ഒരു ബിസിനസ് കൊണ്ട് എടുക്കുന്ന എഫേർട്ട് വളരെ അധികമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മിക്കവാറും ഇപ്പം ആഫ്രിക്കയിൽ പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കോടീശ്വരന്മാരായ പല ആൾക്കാരുമുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന പല ആൾക്കാരുമുണ്ട്. ഇപ്പം സദേൺ ആഫ്രിക്ക, ഈസ്റ്റ് ആഫ്രിക്കയിലുള്ളൊരു റീറ്റെയിൽ ജയൻ്റ് ഉണ്ട്. അപ്പം പുള്ളി ചോപ്പീസ് എന്നതിൻ്റെ പേര്. അപ്പോൾ പുള്ളി എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി അറിയാം. ഒരു 98, 99 മുതൽ പുള്ളീനെ അറിയാം. അപ്പോൾ അദ്ദേഹം ചെറിയൊരു കുഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിൽ തുടങ്ങിയത്. ഇന്ന് പുള്ളി ഒരു വലിയൊരു റീറ്റെയിൽ ജയൻ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അവിടെ എടുത്ത എഫേർട്ടും പുള്ളിക്ക് കിട്ടുന്ന റിട്ടേൺസും പ്രൊപ്പോർഷനായിട്ടാണ്. അപ്പം നീ പറഞ്ഞു വരുന്നത് സത്യം പറഞ്ഞ ആഫ്രിക്കൻ നേഷനിലാണ് ഇവിടെ ഇപ്പം അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ആഫ്രിക്കൻ നേഷനിലാണ് ഇന്ത്യക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്നുള്ളതാണ്. ഇപ്പം പുതിയ കുറേ സ്റ്റഡീസ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയും കാലം യൂറോപ്പ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ആയിരുന്നു. യൂറോപ്പ് ഏതാണ്ട് നമ്മളിപ്പോൾ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് തീർന്നു വന്നുകൊണ്ടിരിക്കുക. യൂറോപ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഏതാണ്ട് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൂസിങ് ഡൗൺ. അവർ പുതിയ പെർമിറ്റ്സ് കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് ഉള്ളതും ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമുള്ളതും ആഫ്രിക്കൻ കൺട്രീസിലേക്കാണ്. അപ്പം നിങ്ങളിപ്പോൾ ആഫ്രിക്ക ഏത് കൺട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ദേ ആർ റിച്ച് ഇൻ സോ മെനി തിങ്സ്. ഇപ്പം നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള മെറ്റൽസ്, അയണായാലും അലൂമിനിയം ആയാലും കോപ്പർ ആയാലും ഗോൾഡ്, ഡയമണ്ട് മൈൻസ്, ഇതെല്ലാം കിടക്കുന്ന ആഫ്രിക്കയിലാണ്. അപ്പം അവരുടെ എക്കോണമി ഇനി ബൂം ചെയ്യാൻ പോവുക. സോ ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടാറ്റ എന്ന് പറയുന്ന കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാം. ടാറ്റയ്ക്ക് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, റിലയൻസിനുണ്ട്. ഇത് പക്ഷേ ലുലു ഗ്രൂപ്പിനുണ്ട്. ലുലു ഗ്രൂപ്പിൻ്റെ മെജോറിറ്റി വെജിറ്റബിൾസും ഫ്രൂട്ട്സും വരുന്നത് ആഫ്രിക്കൻ മെജോറിറ്റി ആണല്ലേ. അതെ, ഏതൊക്കെ വരുന്നത് ബനാനാസ്, റോ ബനാനാസ് വരുന്ന കംപ്ലീറ്റ് ആഫ്രിക്കൻ നിന്നാണ്. അവിടെ ഇതിന് വേണ്ടിയിട്ട് അവർ എംപ്ലോയ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അവക്കാഡോസ് വരുന്നത് ആഫ്രിക്കൻ നിന്നാണ്. അവരവിടെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട് ഫാംസിൽ പോയിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതാണ് കംപ്ലീറ്റ് ഇവർ ട്രേഡ് ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റിൻ പിന്നെ യൂറോപ്പിലേക്കും പുള്ളി യൂസഫലി പൈസ ഉണ്ടാക്കുന്ന, പിന്നെ ഗുജറാത്തികൾ കംപ്ലീറ്റ് പൈസ ഉണ്ടായിരിക്കുന്ന ആഫ്രിക്കയിൽ നിന്ന്. ശരിയാണ്. ഫാർമസ്യൂട്ടിക്കൽസ് മുതൽ പല ഏരിയാസ്. അതെ, ഈ കേരളത്തിൻ്റെ ഒരു എക്കോണമി ഫ്യൂൽ ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ ഗുജറാത്തിനെ ഫ്യൂൽ ചെയ്യുന്ന ആഫ്രിക്കയാണ്. ഇത് പല ആൾക്കാർക്കും അറിയില്ല. പല ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടോ, നീ എന്തിനാ ആഫ്രിക്കയിൽ പോകുന്നത്, മനുഷ്യൻ നാട്ടിൽ എന്തിനാണ് പോകുന്നത്? പക്ഷേ കെനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ദേ ആർ ടോക്കിംഗ് അബൌട്ട് 5G അല്ല, അതിൻ്റെ നെക്സ്റ്റ് സംഭവങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരൊരു എക്സ്പ്രസ് ഹൈവേ സ്റ്റാർട്ട് ചെയ്തിട്ട് വിതിൻ 2 years അവർ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ഇവിടെ എക്സ്പ്രസ് ഹൈവേ ഇപ്പോഴും സ്ഥലമെടുപ്പ് തീർന്നിട്ടില്ല. സോ അതാണ് അതിൻ്റെ ഡിഫറൻസ്. അതാണ്. അപ്പം നിൻ്റെ ഒരു അഭിപ്രായത്തിൽ ആഫ്രിക്ക ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്? ഡെഫിനറ്റ്ലി. പിന്നെ കറപ്ഷനുണ്ട്, കറപ്ഷൻ ഇല്ല എന്നല്ല, ഹൈലി കറപ്റ്റഡ് ആണ്. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ കറപ്ഷൻ ഫ്രീ ആയിക്കൊണ്ടിരിക്കുന്നത്